ഹലോ മൈ ഡിയർ ചിൽഡ്രൻ. നമുക്ക് ക്ലാസ്സുകൾ കുറച്ച് 2 ദിവസമായിട്ട് മിസ്സിങ് ആണ് അല്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്കിൽ സ്പോർട്സും കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് നമ്മുടെ സ്റ്റഡീസ് പുറകോട്ട് പോകാൻ പാടില്ല. സോ ഞാൻ എ ഫ്രണ്ട്സ് പ്രെയർ എന്ന് പറയുന്ന ലെസൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് ആബ്സെൻ്റ് ഒക്കെ ആയിരുന്നു, അവരൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡഡ് ക്ലാസ് ഇടുന്നത്. ഓക്കെ, സോ ക്ലാസ് 6ൻ്റെ ഒരു പോമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പോം? എ ഫ്രണ്ട്സ് പ്രെയർ, റിട്ടൺ ബൈ ജിൽ വൂൾഫ്. സോ ഹോപ്പ് യു വിൽ റീഡ് ദ പോം. ഓക്കെ, നല്ലതായിട്ട് റീഡ് ചെയ്യുക ആൻഡ് ഗെറ്റ് ദ സിഗ്നേച്ചർ ഫ്രം യുവർ പാരൻറ്റ്. അത് റീഡ് ചെയ്യാം. ഞാനൊന്ന് റീഡ് ചെയ്ത് തരാം ഇൻ കേസ് ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കേട്ട് പഠിക്കാം. ഓക്കെ, റിസൈറ്റ് ആൻഡ് ലേൺ. ഓക്കെ, സോ ലെറ്റ്സ് റീഡ് എ ഫ്രണ്ട്സ് പ്രെയർ, poem by Jill Wolfe. May my friendships always be the most important thing to me. With special friends, I feel I am blessed. So let me give my very best. I want to do much more than share the hopes and plans of friends who care. I'll try all that a friend can do to make their wishes come true. Let me use my heart to see, to realize what friends can be, and make no judgments from afar, but love my friends the way they are. So, I have already discussed the meaning of the poem, right? When we read the poem, we can understand that the poetess expresses her thoughts about friendship. പോയറ്റിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള വിചാരങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഷീ ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഫോർ ഹർ ഫ്രണ്ട്സ് ഇൻ ഹർ ലൈഫ്. ഷീ പ്രേസ് ഫോർ ഹർ ഫ്രണ്ട്സ് ടു ബി മോർ സക്സസ്ഫുൾ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചില ലൈനുകളിൽ കാണാം അല്ലേ? ഫ്രണ്ട്സിന് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ആ പോയറ്റിൻ്റെ ലൈഫിൽ പ്രിയപ്പെട്ടതാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഷീ പ്രേസ് ഫോർ ഹർ ഫ്രണ്ട്സ് ടു ബി മോർ സക്സസ്ഫുൾ അല്ലേ? ഇതിനകത്ത് തേർഡ് ലൈൻ, ഐ വോണ്ട് ടു ഡു മച്ച് മോർ ദാൻ ഷെയർ ദ ഹോപ്സ് ആൻഡ് പ്ലാൻസ് ഓഫ് ഫ്രണ്ട്സ് ഹു കെയർ. ഐ വിൽ ട്രൈ ഓൾ ദാറ്റ് എ ഫ്രണ്ട് ക്യാൻ ഡു ടു മേക്ക് ദ വിഷസ് കം ട്രൂ. അതായത് ഫ്രണ്ട് സക്സസ്ഫുള്ളാണ്, ഫ്രണ്ട് ഏറ്റവും നല്ലതായിട്ട് വരണം എന്നാണ് നമ്മുടെ പോയറ്റ് ആഗ്രഹിക്കുന്നത്. ഷീ ഓൾസോ സേസ് ദാറ്റ് ഷീ ഡസൻറ്റ് വോണ്ട് ടു ചേഞ്ച് ദം ബട്ട് ലവ് ഹർ ഫ്രണ്ട്സ് ദ വേ ദേ ആർ. ലാസ്റ്റ് സ്റ്റാൻസ എടുക്കുവാണെങ്കിൽ കണ്ടോ, ആൻഡ് മേക്ക് നോ ജഡ്ജ്മെൻറ്റ്സ് ഫ്രം അഫാർ. അതായത് മുൻകൂട്ടി ആ ഫ്രണ്ടിനെ ജഡ്ജ് ചെയ്യാതെ അവരെങ്ങനെയാണോ അതിൽ തന്നെ അവരെ സ്നേഹിക്കുക അല്ല, അവരങ്ങനെ തന്നെ അവരെ വ്യത്യാസപ്പെടുത്താതെ അവരെ അങ്ങനെ തന്നെ മനുഷ്യനായി തന്നെ സ്നേഹിക്കുക എന്നാണ് പോയിട്ട് പറയുന്നത് അല്ലേ? ബട്ട് ലവ് ഹർ ഫ്രണ്ട്സ് ദ വേ ദേ ആർ. ഷീ പ്രേസ് ഹർ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഹർ ഫ്രണ്ട്സ് ഷുഡ് ബി ദ മോസ്റ്റ് സ്പെഷ്യൽ തിങ് ഇൻ ഹർ ലൈഫ് അല്ലേ? അതായത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും അമൂല്യമായ ആകണം എന്നാണ് നമ്മുടെ പോയറ്റ് പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, so you can note the important words that you should understand while reading. ന്യൂ വേർഡ്സ് പോലെ ഇതിനകത്ത് ഡയറക്റ്റ് നമുക്ക് തന്നിട്ടില്ലെങ്കിലും ജസ്റ്റ് ഞാനൊന്ന് ചില വേർഡ്സിൻ്റെയൊക്കെ മീനിങ് പറഞ്ഞു പോവാണ്. വാട്ട് ഈസ് എ മീനിങ് ഓഫ് ബ്ലെസ്ഡ്? ബ്ലെസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർച്ചുനേറ്റ് എന്നാണ് അർത്ഥം. ഫോർച്ചുനേറ്റ്, FOR, ഫോർച്ചുനേറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്ത് പെൻസിൽ വെച്ചൊന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ബ്ലെസ്ഡിൻ്റെ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട്, എനിക്കിപ്പം പെൻസിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് എഴുതുക കേട്ടോ. നമുക്ക് ജസ്റ്റ് ചെറുതായിട്ട് എഴുതുക കേട്ടോ. ഫോർച്ചുനേറ്റ്, FORTUNATE, FORTUNATE.
Blessed means fortunate. Fortunate. Blessed, fortunate. Then you can, next word can be judgment. Okay, judgment means making a decision. You can note it down somewhere in your book with a pencil. Okay, making a decision. Making, making, making a decision. Okay, and the third word is afar. See, and make no judgments from afar. So what is the meaning of afar? Afar means at a distance. അതായത് നേരത്തെ അഫാർ മീൻസ് ജഡ്ജ്മെൻറ്റ്. അതായത് നമ്മൾ ഒരാൾ കാണുമ്പോൾ തന്നെ അയാൾ ഇങ്ങനെയായിരിക്കും എന്ന് നമ്മൾ മുൻകൂട്ടി ജഡ്ജ് ചെയ്യരുത്. എന്താ പറയുക, അഭിപ്രായം പറയരുത്. ഓക്കെ, ജഡ്ജ്മെൻറ്റ്, വിധി ഇങ്ങനെ വിധിക്കുമല്ലോ നമ്മൾ. അവനെ കാണാൻ കള്ള ലക്ഷണമുണ്ട്, അവനൊരു കള്ളനാണെന്ന് നമ്മൾ മുൻകൂട്ടി ഇങ്ങനെ പറയത്തില്ലേ, അങ്ങനെ ജഡ്ജ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ വേർഡ് ഈസ് ജഡ്ജ്. Judgment means, afar means at a distance. Afar means at a distance. Okay. So this is the poem, right? And also നമ്മൾ എക്സസൈസിലോട്ട് വരുവാണെങ്കിൽ അല്ലേ, പേജ് നമ്പർ 54 you have the summary, right? ആൻഡ് ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്. വി ഹാവ് റിട്ടൺ ദിസ് ഇൻ നോട്ട്ബുക്ക്. ആദ്യം നമ്മൾ എഴുതിയിരിക്കുന്ന ഇതാണ് അല്ലേ, ദ പോയറ്റ് സെയ്സ് എ പ്രയർ ഫോർ. കേട്ടോ, അത് സ്ട്രൈക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾ മനസ്സിലാക്കണേ, വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വായിക്കണം. ഈ പോയറ്റ് പ്രെയറാണ് പറയുന്നത്, അല്ലാതെ സ്പീച്ചല്ല. ഓക്കെ, ദ പോയറ്റ് സെയ്സ് എ പ്രയർ ഫോർ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫ്രണ്ട്സ്. ഷീ വോൺസ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഷുഡ് ഓൾവേസ് ബി ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഹെർ കംപ്ലീറ്റ് ലൈഫ്. അവളുടെ ജീവിതകാലം മുഴുവനും ഫ്രണ്ട്ഷിപ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആയിട്ട് നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അല്ല സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവരെ വിട്ട് കളയുവാണോ? അല്ല. ഷീ സേസ് ദാറ്റ് ഹെർ ഫ്രണ്ട്ഷിപ്പ് മേക്സ് ഹെർ ഫീൽ സ്പെഷ്യൽ. ഓക്കെ, ഷീ വിഷസ് ടു ബി ദ ബെസ്റ്റ് ഷീ ക്യാൻ ഫോർ ഹെർ ഫ്രണ്ട്സ്. ഷീ വോണ്ട്സ് ടു ലിസൺ ടു, കേട്ടോ, ക്ലാപ്പ് അല്ല, ലിസൺ ടു ദ വിഷസ് ഓഫ് ഹെർ ഫ്രണ്ട്സ്. As a good friend, she prays that she is able to make her friends' wishes come true. She wants her heart to understand what a true friend is. അതായത് അവൾക്ക് അവളുടെ ഒരു ഫ്രണ്ടിനെ മനസ്സിലാക്കാൻ അവളുടെ ഹൃദയം യൂസ് ചെയ്യാൻ പറ്റണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. She prays that she loves her friends as they are. She tells us that a true friend accepts that their friend for all their qualities. എല്ലാ ക്വാളിറ്റികളും ഫ്രണ്ടിൻ്റെ സ്വീകരിക്കാൻ പറ്റണം, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് ആൻസർ ഇൻ വൺ വേർഡ് ഒൺലി. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് വീണ്ടും റിവിഷന് വേണ്ടി തരുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? ഹൗ ഡസ് ദ പോയറ്റ് ഫീൽ അബൌട്ട് സ്പെഷ്യൽ ഫ്രണ്ട്സ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൺ വേർഡിൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫീലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫീൽ, കേട്ടോ. ഹൗ ഡസ് ദ പോയറ്റ് ഫീൽ? എന്ത് ഫീലാണ്? ദ പോയറ്റ് ഫീൽ ഇവിടെ പറയുന്നുണ്ട്. ഫീൽ എന്താണ്? വിത്ത് സ്പെഷ്യൽ ഫ്രണ്ട്സ് ഐ ഫീൽ ബ്ലെസ്ഡ്. അവിടെ വൺ വേർഡ് ആയതുകൊണ്ട് ബ്ലെസ്ഡ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. BLESSED, ബ്ലെസ്ഡ്. ഓക്കെ, സ്പെല്ലിങ് തെറ്റിക്കരുത്. ബ്ലെസ്ഡിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞു ഫോർച്ചുനേറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ പോയറ്റ് യൂസ് ടു റിയലൈസ് വാട്ട് ഫ്രണ്ട്സ് ക്യാൻ ബി? വാട്ട് ഡസ് ദ പോയറ്റ് യൂസ് ടു റിയലൈസ് വാട്ട് ഫ്രണ്ട്സ് ക്യാൻ ബി? വാട്ട് ഡസ് ദ പോയറ്റ് യൂസ്? എന്താണ് പോയറ്റ് ഉപയോഗിച്ചത് ഫ്രണ്ട്സ് എന്താണെന്ന് തിരിച്ചറിയാൻ, റിയലൈസ് ചെയ്യാൻ എന്താണ് പോയറ്റ് ഉപയോഗിച്ചത്? എന്താണ്? ഹാർട്ട് അല്ലേ? പറയുന്നുണ്ടല്ലോ പോയറ്റിൽ.
റിയലൈസ് എന്ന വാക്ക് ഇവിടെ വരുന്നുണ്ടോ. ലെറ്റ് മീ യൂസ് മൈ ഹാർട്ട് ടു റിയലൈസ് വാട്ട് ഫ്രണ്ട്സ് ക്യാൻ ബി. അപ്പോൾ ഹാർട്ട് എന്നുള്ളതാണ് ആൻസർ. ഹാർട്ട് യു ക്യാൻ റൈറ്റ് ഹാർട്ട്, HEART. സ്പെല്ലിങ് പഠിക്കണം കേട്ടോ, HEART കേട്ടോ. ഓക്കെ, ഹാർട്ട് സ്പെല്ലിങ് തെറ്റിച്ച് പഠിക്കരുത്. നെക്സ്റ്റ്, റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം. ഇത് കോണ്ടെക്സ്റ്റ് ആണ്. ഫസ്റ്റ് വൺ, I want to do much more than share the hopes and plans of friends who care. I will try all that a friend can do to make their wishes come true. Okay? Complete the sentence with the most suitable option. These lines tell us the speaker is caring. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, പഠിക്കാത്തവർ പഠിക്കുക. How will the speaker make her friends' wish come true? By trying hard. Okay? Fill in the blanks with a suitable word. My friends will feel dash if their wishes come true. Happy, HAPPY, simple word, right? Happy. My friends will feel happy if their wishes come true. Next. അപ്പോൾ അതെല്ലാം എവിടെയുണ്ട്? പോയതിൻ്റെ ഈ 4 ലൈനിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ബി. നെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് ആണ്. ലെറ്റ് മീ യൂസ് മൈ ഹാർട്ട് ടു സീ, ടു റിയലൈസ് വാട്ട് ഫ്രണ്ട്സ് ക്യാൻ ബി ആൻഡ് മേക്ക് നോ ജഡ്ജ്മെൻറ്റ്സ് ഫ്രം അഫാർ. അഫാർ മീൻസ് അറ്റ് എ ഡിസ്റ്റൻസ് അല്ലേ, ദൂരെ നിന്നേ ജഡ്ജ് ചെയ്യാതെ. ബട്ട് ലവ് മൈ ഫ്രണ്ട്സ് ദ വേ ദേ ആർ. ദ സ്പീക്കർ സേസ് ദാറ്റ് ഫീലിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രണ്ട്ഷിപ്പ്. വിച്ച് ലൈൻ ടെൽസ് അസ് ദിസ്? അത് നമ്മൾ പറഞ്ഞു അല്ലേ. ഫീലിങ്സ് എവിടെയാണ്? ഹാർട്ട്. ഇത് ഫസ്റ്റ് ഈ 2 ലൈൻ പഠിക്കണം. അത് വരും ലൈൻ ആയതുകൊണ്ട്, ലൈൻസ് എഴുതേണ്ടതുകൊണ്ട് കേട്ടോ. അത് പഠിക്കണം. ലെറ്റ് മീ യൂസ് മൈ ഹാർട്ട് ടു സീ, ടു റിയലൈസ് വാട്ട് ഫ്രണ്ട്സ് ക്യാൻ ബി. ഓക്കെ, സ്റ്റഡി ദാറ്റ്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഓപ്ഷൻ. ദീസ് ലൈൻസ് ടെൽ us that the speaker is dash. ഏതാ? Okay, these lines tell us that the speaker is dash. Let me use my heart to see, to realize what friends can be and make no judgment from afar, but love my friends the way they are. Another speaker എന്താണ്? ഹെൽപ്ഫുൾ ആണോ? അല്ല. തോട്ട്ഫുൾ, ചിയർഫുൾ, ഹോപ്പ്ഫുൾ. അതിനകത്ത് തോട്ട്ഫുൾ ആണ്, വിചാരമാണ് പറയുന്നത് അല്ലേ, തോട്ടാണ് പറയുന്നത്. സോ തോട്ട്ഫുൾ എന്ന് എഴുതണ്ട കേട്ടോ. സ്പെല്ലിംഗ് യു ഷുഡ് ലേൺ. TH, thoughtful, THOUGHT, full. Okay, now next, third one, fill in the blanks with one word. The speaker does not wish to make any dash. She cares for them just as they are. എന്താണ്? The speaker does not wish to make any judgment. അഭിപ്രായങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ. ജഡ്ജ്, JUDGEMENTS, judgments. Okay, she cares for them just as they are. Okay, next, give one reason why we can say that. Okay, ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കണേ. എന്താണ്? give one reason why we can say that this poem is a prayer. Okay, give one reason. The poem expresses heartfelt wishes and desires related to friendship, which is a characteristics of a prayer. അപ്പം എന്താണ്? give one reason why we can say that this poem is a prayer. ഇതൊരു ഈ പോയം ഒരു പ്രെയർ ആണെന്ന് നമ്മൾ പറയാനുള്ള റീസണാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫ്രണ്ട്സ് പ്രെയർ ആണല്ലോ പോയത്തിൻ്റെ പേര്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ അതൊരു പ്രെയർ പോലെയാണെന്ന് പറയുന്നു? എന്താ? ദ പോയം. അപ്പോൾ അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ദ പോയം എക്സ്പ്രസസ്. ഈ പോയം എക്സ്പ്രസ് ചെയ്യുന്നത്, പറയുന്നത് അല്ലേ. ദ പോയം എക്സ്പ്രസസ് heartfelt wishes and desires related to friendship. അപ്പം ഫ്രണ്ട്ഷിപ്പിനോട് ബന്ധപ്പെട്ട ഒരു എഴുതിയിരിക്കുന്ന ആളുടെ ഹൃദയത്തിൽ നിന്നുമുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമാണ് ഇതിനകത്ത് ഉടനീളം ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ് പറയുന്നത് അല്ലേ. അതാ പറയുന്നത് ഹാർട്ട് ഫെൽറ്റ്
മനസ്സിൽ നിന്നുള്ള വിഷസ് ആൻഡ് ഡിസയേഴ്സ്, ആഗ്രഹങ്ങളും പ്രതീക്ഷകളും റിലേറ്റഡ് ടു ഫ്രണ്ട്ഷിപ്പ് വിച്ച് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പ്രെയർ. അപ്പോൾ നമ്മുടെ ഒരു പ്രെയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ആഗ്രഹങ്ങളല്ലേ പറയുന്നത്. നമുക്ക് വേണ്ടിയ കാര്യം, നീ ഇങ്ങനെ വേണേ നമ്മൾ കാത്തുകൊള്ളണേ, അങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വസും പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമാണ് നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ പോയം എഴുതിയിരിക്കുന്നത് പോയറ്റ്, അല്ലേ? ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള വിശ്വസും ഡിസൈഴ്സുമാണ് പോയറ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ പോയം ഒരു പ്രെയർ ആണെന്ന് നമുക്ക് തോന്നാൻ ഉള്ള റീസണായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ആൻസർ പഠിക്കേണ്ടത് എന്നാണ്, ദ പോയം എക്സ്പ്രസ്സസ് ഹാർട്ട് ഫെൽറ്റ് വിഷസ് ആൻഡ് ഡിസയേഴ്സ് റിലേറ്റഡ് ടു എ ഫ്രണ്ട്ഷിപ്പ് വിച്ച് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പ്രെയർ. അപ്പോൾ പ്രാർത്ഥനയുടെ സ്വഭാവത്തെ പോലെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പോയം ഒരു പ്രാർത്ഥനയായിട്ട് പറയാൻ കാരണം. ഓക്കെ, ദ പോയം എക്സ്പ്രസ്സസ് ഹാർട്ട് ഫെൽറ്റ് വിഷസ് ആൻഡ് ഡിസയേഴ്സ് റിലേറ്റഡ് ടു ഫ്രണ്ട്ഷിപ്പ് വിച്ച് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രെയർ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് എന്നേ ഉള്ളൂ കേട്ടോ, ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പ്രെയർ. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, വൈ ഡസ് ദ സ്പീക്കർ, അതൊന്ന് എഴുതിയും പഠിക്കുക 2 തവണ. ഓക്കെ, വൈ ഡസ് ദ സ്പീക്കർ വോണ്ട് ടു ഡു മോർ ഫോർ ഹെർ ഫ്രണ്ട്? വൈ ഡസ് ദ സ്പീക്കർ വോണ്ട് ടു ഡു മോർ ഫോർ എ ഫ്രണ്ട്? എന്തുകൊണ്ടാണ് ഈ പോയറ്റിന് കൂട്ടുകാർക്ക് വേണ്ടി വീണ്ടും എനിക്ക് കൂടുതൽ ചെയ്യണം, ഷെയറിങ്ങിനേക്കാളും കൂടുതൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അല്ലേ? വൈ, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന്? എന്താണ്? ദ സ്പീക്കർ വോണ്ട്സ് ടു ഡു ബിയോണ്ട് മിയർ ഷെയറിങ് മാത്രം പോരാ, പിന്നെയോ ആൻഡ് ആക്റ്റീവ്ലി ഫുൾഫിൽ ഹെർ ഫ്രണ്ട്സ് വിഷസ് ബിക്കോസ് ഷീ കെയർസ് ഡീപ്ലി അബൌട്ട് ഹെർ ഫ്രണ്ട്സ്. അപ്പം ചുമ്മാ ഷെയറിങ് മാത്രമല്ല, പിന്നെ എന്താണ് സ്പീക്കർ ആഗ്രഹിക്കുന്നത്? ആക്റ്റീവ്ലി ഫുൾഫിൽ ഹെർ ഫ്രണ്ട്സ് വിഷസ് ബിക്കോസ് ഷീ കെയർസ് ഡീപ്ലി. കെയറിങ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന വാക്ക് അവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഷെയറിങ് മാത്രമല്ല, ആക്റ്റീവ്ലി ഫുൾഫിൽ ഹെർ ഫ്രണ്ട്സ് വിഷസ് because she cares deeply about her friends. ഓക്കെ, ഒന്നുകൂടെ വായിച്ച് പഠിക്കാം. ദ സ്പീക്കർ വോണ്ട്സ് ടു ഡു ബിയോണ്ട് മിയർ ഷെയറിങ്. മിയർ ഷെയറിങ് എന്നാണ് കേട്ടോ. അപ്പം മിയർ ഷെയറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ ഷെയറിങ് മാത്രമായിട്ട് മിയർ ഷെയറിങ്ങിൽ ഒതുക്കാതെ പിന്നെന്താണ്? ആക്റ്റീവ്ലി ഫുൾഫിൽ, വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കാൻ പറ്റുക കേട്ടോ. ആക്റ്റീവ്ലി ഫുൾഫിൽ ഹെർ ഫ്രണ്ട്സ് വിഷസ്, കൂട്ടുകാരുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് സാധിച്ചു കൊടുക്കാൻ ട്രൈ ചെയ്യും. ബിക്കോസ് ഷീ കെയർസ് ഡീപ്ലി അബൌട്ട് ഹെർ ഫ്രണ്ട്സ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് she cares deeply about her friends. Okay, the speaker wants to do more, അല്ലെങ്കിൽ this speaker wants to go beyond mere sharing. അപ്പോൾ അതിന് പകരം നിങ്ങൾ the speaker wants to do more, to go beyond എന്ന് പറഞ്ഞാൽ to do more ബിയോണ്ട് ഷെയറിംഗ് എന്ന് നിങ്ങൾക്ക് എഴുതാം, തെറ്റില്ല. ഓക്കെ, ദ സ്പീക്കർ വോണ്ട്സ് ടു ഡു മോർ ബിയോണ്ട് ഷെയറിംഗ് ആൻഡ് ആക്റ്റീവ്ലി ഫുൾഫിൽ, അല്ലെങ്കിൽ ആക്റ്റീവ്ലി ഇപ്പോൾ പാടാണെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്തിട്ട് ആൻഡ് ഫുൾഫിൽ ഹെർ ഫ്രണ്ട്സ് വിഷസ് അങ്ങനെ എഴുതാം, തെറ്റില്ല. ഓക്കെ, ബിക്കോസ് ഇനിയുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷീ കെയർസ് ഡീപ്ലി അബൌട്ട് ഹെർ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്. ഓക്കെ, ഇങ്ങനെ ഉറക്കെ പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കുക.
എന്നിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, എഴുതി പഠിക്കുക എന്ന് പറഞ്ഞാൽ എഴുതി നോക്കുക, എന്തെങ്കിലും വിട്ടു പോകുന്നുണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്. ഓക്കെ, നെക്സ്റ്റ് 6th one. Do you think that the speaker knows about the wishes of a friend? How can we say so? Do you think that the speaker knows about the wishes of a friend? അറിയോ? യെസ് അല്ലേ? The speaker mentions wanting to understand and make her friends' wishes come true, which implies she is aware of her friends' desires. സ്പീക്കർ പോയതിൽ പറയുന്നുണ്ട് ഫ്രണ്ടിൻ്റെ ആഗ്രഹങ്ങളും ഫ്രണ്ടിൻ്റെ വിഷസും ഡിസയേഴ്സും ഒക്കെ. ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ് കേട്ടോ. പ്രതീക്ഷ, വിഷസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പ്രതീക്ഷയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, വിഷസ് ആൻഡ് ഡിസയേഴ്സ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഏകദേശം അറിയാം പോയറ്റിന്. അതുകൊണ്ടാണ് എന്ത് അത് നേടി സാധിച്ചു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ അതൊന്നുകൂടി പഠിക്കുക. യെസ്, ദ സ്പീക്കർ മെൻഷൻസ് wanting to understand and make her friends' wishes come true. The speaker mentions, mention എന്ന് പറഞ്ഞാൽ പോയത്തിൽ പറയുന്നുണ്ട്. The speaker mention, okay, wanting to understand and make her friends' wishes come true, which implies she is aware of her friend's desire. imply എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണേ എന്ന് പറയുന്നുണ്ട് പോയതിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇംപ്ലൈ മീൻസ് ഇറ്റ് മീൻസ് എന്ന് എഴുതിയാലും മതി. വിച്ച് മീൻസ് ഷീ ഈസ് അവെയർ ഓഫ് എ ഫ്രണ്ട്സ് ഡിസയർ. ഇംപ്ലൈ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം മീൻസ് എന്നാണ്. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ഷീ ഈസ് അവെയർ ഓഫ് ഹെർ ഫ്രണ്ട്സ് ഡിസയേഴ്സ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡു യു ഓൾസോ പ്രേ ഫോർ യുവർ ഫ്രണ്ട്? വാട്ട് ഡു യു വിഷ് ഫോർ? ഡിസ്കസ്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പാണ് മിക്കവാറും നമുക്ക് എക്സാമിന് വരാറ് അല്ലേ. സെൽഫ് റൈറ്റിംഗ് ആണല്ലോ നമ്മൾ കൂടുതലും കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ടൈപ്പൊക്കെ ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. ഡു യു ഓൾസോ പ്രേ ഫോർ യുവർ ഫ്രണ്ട്? യെസ്, ഐ ഡു പ്രേ ഫോർ മൈ ഫ്രണ്ട്സ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ്, വാട്ട് ഡു യു വിഷ് ഫോർ? അപ്പോൾ നിങ്ങൾക്കത് എഴുതാം. ഐ വിഷ് ഫോർ ദെയർ ഹാപ്പിനെസ്, ഗുഡ് ഹെൽത്ത്, സക്സസ്, അതൊക്കെ എഴുതാം അല്ലേ. ആൻഡ് എൻഡവർ ആൻഡ് ഓവർകം ഓൾ ചലഞ്ചസ് ദേ ഫേസ്. ഡിസ്കസ് ഇല്ല, എക്സാമിന് ഡിസ്കസ് ചോദിക്കത്തില്ല. ചോദിച്ചാലും നിങ്ങൾ ഈ ഒരു പാരഗ്രാഫായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതൊക്കെ എഴുതണം. ഓക്കെ, ഗ്രാമർ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കും വരെ എഴുതാം. ഓക്കെ, അപ്പോൾ ഡു യു ഓൾസോ പ്രേ ഫോർ യുവർ ഫ്രണ്ട്? വാട്ട് ഡു യു വിഷ് ഫോർ? അപ്പോൾ അത് പഠിക്കുക. അത് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതി പഠിക്കാനുള്ളതേ ഉള്ളൂ അല്ലേ. നെക്സ്റ്റ്, അത് കഴിഞ്ഞാൽ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയല്ലോ അല്ലേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെറ്റസ് ലേണിനകത്ത് ദ പോയറ്റ് സേസ് വിത്ത് സ്പെഷ്യൽ ഫ്രണ്ട്സ് ഐ ഫീൽ ഐ ആം ബ്ലെസ്ഡ് അല്ലേ. അത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ലെറ്റസ് ലേൺ. ഓക്കെ, ലെറ്റസ് ലേണിനകത്ത് അതൊക്കെ ബ്രേക്ക് എടുത്ത് പഠിക്കുക കേട്ടോ. ഒറ്റയടിക്ക് ബോറടിക്കാതെ ബ്രേക്ക് എടുത്ത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഇടുന്നത്. ബിക്കോസ് സാറ്റർഡേ ഉണ്ട്, സൺഡേ ഉണ്ട് കേട്ടോ. 2 ദിവസം കിട്ടും. അപ്പോൾ ഈ ചാപ്റ്റർ റിവിഷൻ കൂടെ പോലെ അങ്ങ് പഠിച്ചോളുക. ക്ലാസ് ടെസ്റ്റ് പേപ്പർ എപ്പോൾ വേണമെങ്കിലും ഞാൻ വന്നിടും. ബിക്കോസ് നമുക്ക് ഇന്ന ദിവസമൊന്നും പറയാൻ പറ്റത്തില്ല. സ്പോർട്സിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കയറി വരുന്നതുകൊണ്ട് എപ്പോഴാണ് എനിക്ക് പീരീഡ് കിട്ടുന്നത് അന്നേരം ഞാൻ വന്നിടും. സോ പ്രിപ്പയർഡ് ആയിട്ട് ഇരുന്നോണം, പഠിച്ചോണം. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തോട്ട് പോവുകയാണ്. ദ പോയറ്റ് സെയ്സ് വിത്ത് സ്പെഷ്യൽ ഫ്രണ്ട്സ് ഐ ഫീൽ ഐ ആം ബ്ലെസ്ഡ് വിത്ത് സ്പെഷ്യൽ ഫ്രണ്ട്സ്. അപ്പോൾ അതിൻ്റെ സെലക്ട് ദ വേർഡ് ദാറ്റ് വിച്ച് ഈസ് സിമിലർ അല്ലെങ്കിൽ വിച്ച് ഗീവ്സ് ദ മീനിങ് ഓഫ് ബ്ലെസ്ഡ് അല്ലേ. ബ്ലെസ്ഡ് എന്ന് പറയുന്ന ആ വാക്കിനോട് അർത്ഥം വരുന്ന ചേർന്ന് നിൽക്കുന്ന ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വാക്കുകളിൽ ഏതാണ് ഈ ബ്ലെസ്ഡിന് അതുപോലെ മീനിങ് വരുന്ന വേറെ 2 വാക്കുകളാണ്. അപ്പോൾ അതിനകത്ത് ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പോലെ ഇത് പഠിച്ചു വെച്ചോ. ബിക്കോസ് അത് അങ്ങനെയും ചോദിക്കാമല്ലോ. ഓക്കെ, അപ്പം സെക്കൻഡ് വണ്
അത് ചിലപ്പം ക്വസ്റ്റ്യൻ പോലെ നിങ്ങളോട് ചോദിച്ചെന്നിരിക്കും, ഗീവ് സം ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട് എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ വേർഡ്സ് പഠിച്ചേക്കണം. ഹെൽപ്ഫുൾ, ലോയൽ, കൈൻഡ്, കെയറിങ്, ഹോണസ്റ്റ്, പിന്നെ വേറെ ഷെയറിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. നെക്സ്റ്റ് നൗ ഫില്ലിങ് ദ വേർഡ്സ്. അത് ഹെൽപ്ഫുൾ, കൈൻഡ് വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്യാൻ അതും തന്നിട്ടുണ്ട്. അത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിക്കുക. ഇതുപോലെ ഈ സിമിലർ ക്വസ്റ്റ്യൻസും വേറെ വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ അതായത് നമുക്ക് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ലിസണിങ് ടാസ്ക് നമ്മൾ ചെയ്തതാണ്. ലെറ്റ് us സ്പീക്ക് ഒരു ആക്ടിവിറ്റി കിടപ്പുണ്ട് അല്ലേ, നമുക്കത് ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ലെറ്റ് us റൈറ്റ് ആണ് കേട്ടോ. ഓക്കെ. ലെറ്റ് us റൈറ്റിങ്ങിൻ്റെ ഇത് മാത്രമല്ല, ഇത് പാരഗ്രാഫ് റൈറ്റിങ്ങിന് വേണ്ടിയുള്ള, നിങ്ങൾ എനിക്ക് എഴുതി തന്നത് ഞാൻ കറക്റ്റ് ചെയ്തില്ലല്ലോ. അപ്പം ഞാനത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഇടാം. എഴുതിയിട്ടുണ്ട്, പക്ഷേ മിക്കവർക്കും എഴുതുന്നതിലൊരു സ്ട്രക്ചറിങ് ഉണ്ട് കേട്ടോ. കുറച്ച് ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ എവിടെ ഇപ്പോൾ എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ സ്ട്രക്ചർ. അപ്പോൾ എങ്ങനെ വേണം എന്നുള്ളത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കി ഇടാം. കൂടാതെ 2-3 ടൈപ്പ് ഓഫ്, ഇതിപ്പോൾ പാരഗ്രാഫ് റൈറ്റിങ്ങാണ് ഈ ലെറ്റ് us റൈറ്റിനകത്ത് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ അതായത് ഇതിന് മുമ്പിൽ ലെറ്റ് us സ്പീക്കിനകത്ത് കോൺവെർസേഷൻ മേക്കിംഗ് ആണ് ആക്ച്വലി വരുന്നത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ സെൽഫ് റൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇത്രയും കാര്യങ്ങൾ റൈറ്റിംഗ് സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം, വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ ഇപ്പോൾ കാണാതെ പഠിക്കാനും ഉള്ളതും റീഡിങ്ങും മീനിങ്ങും പോയത്തിൻ്റെ സമ്മറിയും കാര്യങ്ങളും ഒക്കെ നല്ലതായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം, അതുപോലെ വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ. സോ റീഡ് ചെയ്യുക, ദെൻ ഗോ ത്രൂ ദ എക്സസൈസസ്, ലേൺ തറവ്ലി കാണാതെ പഠിക്കുന്നതിനേക്കാളും മനസ്സിലാക്കി പറഞ്ഞ് പഠിക്കുക. ഓക്കെ. കാണാതെ പഠിച്ചാൽ നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടിയ പോലെയുള്ള വ്യത്യാസങ്ങൾ, ഹാർഡായിട്ടുള്ള വേർഡാണെങ്കിൽ യു ക്യാൻ റീപ്ലേസ് ദ വേർഡ് വിത്ത് സിമിലർ മീനിങ് വേർഡ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന വേർഡ് നോക്കുക കേട്ടോ. ഓക്കെ. താങ്ക് യു. സോ അപ്പോൾ നാളെ 2 ദിവസം കൊണ്ട് നല്ലതായിട്ട് പഠിക്കുക. റൈറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് തരുവേ, അത് നിങ്ങൾ പഠിക്കണം. അത് നാളെ ഇടാം കേട്ടോ. അത് കുറച്ചും കൂടെ വേറെ ഒരു ലെങ്തിയർ ആയിരിക്കും.